പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 11 ശനിയാഴ്ച. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീം വരെ ഇനി ഒരു നാളും കാണുകയില്ല. ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ നമ്മുടെ കടൽ തീരത്ത് നിൽക്കുന്നവരെ പോലെ അനുഭവപ്പെടും. മുന്നിൽ വഴിയില്ലാത്ത കടൽ, പിന്നിൽ പിന്തുടരുന്നതായ പ്രശ്നങ്ങൾ, അതിനിടയിൽ നിൽക്കുന്ന നാം. അത്തരത്തിലുള്ള ഭീതിയും ആശങ്കയും നിറഞ്ഞതായ സാഹചര്യത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ശക്തമായ വാക്കാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവം പറയുന്നു, ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, അവിടുന്ന് പ്രവർത്തിക്കും. ഇസ്രായേൽ ജനം കടലിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടെ അവരുടെ അവസ്ഥ വളരെ ദുഷ്കരമായിരുന്നു. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോന്റെ സൈന്യം, ഒഴിവാകാൻ വഴിയൊന്നുമില്ലാത്ത അവസ്ഥ. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ അത് അവസാനമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതൊരു പുതിയ തുടക്കമായിരുന്നു. ദൈവം അവിടെ നിന്നാണ് തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ സത്യമാണ്. പലപ്പോഴും നാം പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കും. രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇവയെല്ലാം നമ്മെ ഭയപ്പെടുത്തും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം, ഇനി എന്ത് ചെയ്യും? എന്നാൽ ആ സമയത്ത് ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടണ്ട, എൻ്റെ രക്ഷ കാണുക. ഭയം മനുഷ്യ സ്വഭാവമാണല്ലോ. പക്ഷേ വിശ്വാസം ഒരു ആത്മീയ തീരുമാനമാണ്. നാം എന്തിനെ തിരഞ്ഞെടുക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്നുവല്ലോ. ഭയത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നാം തളരുന്നു, വിശ്വാസത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശക്തരാകുന്നു. സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം പ്രവർത്തിക്കുന്ന സമയത്ത് മനുഷ്യൻ ശാന്തനാകണം. കാരണം രക്ഷ നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. നാം കൂടുതൽ ശ്രമിക്കുമ്പോഴല്ല, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ ആയിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട വലിയ പ്രവൃത്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. നിൽക്കുക എന്നത് ഒന്നും ചെയ്യാതിരിക്കുക എന്നർത്ഥമല്ല, അത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഭയം പ്രശ്നങ്ങളെ മാത്രം കാണിക്കുന്നു. എന്നാൽ വിശ്വാസം ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. ദൈവം ഒരിക്കലും വൈകിക്കില്ലല്ലോ. ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്നവന്. നാം തടസ്സമെന്ന് കാണുന്നതെല്ലാം ദൈവത്തിനൊരവസരമാണ്. അതുകൊണ്ട് നാം നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പോരാടുന്നു എന്ന സത്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ഭയത്തിലാണോ ജീവിക്കുന്നത്, അതോ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? ദൈവം നമ്മോട് പറയുന്നു, നിന്റെ അസാധ്യം എൻ്റെ അവസരമാണ്. ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നുപോയത് അവരുടെ ശക്തി കൊണ്ടല്ലല്ലോ, അവരുടെ വിശ്വാസം കൊണ്ടല്ലേ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ കടലുകൾ ഉണ്ടാകാം, പക്ഷേ ദൈവം വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിൻ്റെ രക്ഷ കാണുക. പ്രാർത്ഥിക്കാം. കർത്താവേ, ഭയപ്പെടുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ നൽകണമേ. കാണാത്ത വഴികളെ തുറക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ രക്ഷയും അത്ഭുതങ്ങളും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.